ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനും അത് തകർന്നു വീഴാതെ കാത്തുസൂക്ഷിക്കാനും ഒരു സ്ത്രീയുടെ ബുദ്ധിശക്തിക്ക് കഴിയുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൗന്ദര്യം കൊണ്ടോ വസ്ത്രധാരണം കൊണ്ടോ മാത്രമല്ല ഒരു സ്ത്രീ വിലയിരുത്തപ്പെടേണ്ടത് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ ബുദ്ധിമതിയാക്കുന്നത്? എന്താണ് ആ ലക്ഷണങ്ങൾ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാധാരണ മോട്ടിവേഷൻ വീഡിയോകളിൽ കേൾക്കുന്ന കാര്യങ്ങളല്ല. ചാണക്യനീതിയിൽ പറയുന്ന ഒരു സ്ത്രീയിലുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഉന്നതങ്ങളിലേക്ക് നയിക്കുന്ന 7 അപൂർവ ഗുണങ്ങളെക്കുറിച്ചാണ്. ഈ ഗുണങ്ങളുള്ള സ്ത്രീ വെറുമൊരു വീട്ടമ്മയോ ഉദ്യോഗസ്ഥയോ മാത്രമല്ല, അവൾ ആ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നെടുന്തൂണാണ്. ചാണക്യൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഓർമ്മ വരുന്നത് യുദ്ധതന്ത്രങ്ങളും രാഷ്ട്രീയവുമാണ്. എന്നാൽ മനുഷ്യന്റെ മനഃശാസ്ത്രത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഇത്രയധികം ആഴത്തിൽ പഠിച്ച മറ്റൊരു ആചാര്യനില്ല. ചാണക്യൻ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ അതിലെ നല്ല വശങ്ങളും പ്രായോഗികമായ അറിവുകൾ ചികഞ്ഞെടുത്താൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏതൊരു സ്ത്രീക്കും അവരെ ബഹുമാനിക്കുന്ന പുരുഷന്മാർക്കും അതൊരു വലിയ പാഠപുസ്തകമാണ്. ശരിക്കും ആരാണ് ബുദ്ധിമതിയായ സ്ത്രീ? അവൾ എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിടുന്നത്? നമുക്ക് നോക്കാം. ചാണക്യൻ ചൂണ്ടിക്കാണിക്കുന്ന ആ 7 ലക്ഷണങ്ങൾ. 1. അസാധാരണമായ ക്ഷമാശീലം. ചാണക്യനീതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഇരട്ടി ക്ഷമയും സഹനശക്തിയുമുണ്ടെന്നാണ്. എന്നാൽ ഇവിടെ ക്ഷമ എന്ന് പറയുന്നത് തോൽവി സമ്മതിക്കലല്ല, അത് വിജയിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഒരു ബുദ്ധിമതിയായ സ്ത്രീ എപ്പോഴും ചിന്തിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിലാണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിലോ വികാരവിക്ഷോഭത്തിലോ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവളല്ല അവൾ. കുടുംബത്തിലായാലും ജോലിസ്ഥലത്തായാലും പ്രശ്നങ്ങളുണ്ടാകും. അവിടെയെല്ലാം പൊട്ടിത്തെറിക്കുന്നതിനു പകരം ആ കാറ്റൊന്നു അടങ്ങാൻ കാത്തുനിൽക്കുന്ന ക്ഷമ, അത് ബുദ്ധിയുടെ ലക്ഷണമാണ്. ഭൂമിയോളം ക്ഷമയുണ്ട് എന്ന് സ്ത്രീകളെക്കുറിച്ച് പറയാറുണ്ട്. ഇതിന്റെ അർത്ഥം എന്തും സഹിക്കുമെന്നല്ല, മറിച്ച് ഏത് മോശം സാഹചര്യത്തെയും അതിജീവിച്ച് അതിൽ നിന്നും ചാരത്തിൽ നിന്നും ഉയരുന്ന പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള മാനസിക കരുത്ത് അവൾക്കുണ്ട് എന്നാണ്. ഒരു കുടുംബം തകർന്നു പോകാതെ പിടിച്ചു നിർത്തുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ഈ സഹനശക്തി എന്ന ആയുധം കൊണ്ടാണ്. തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനുയോജ്യമായ സമയം വരുന്നതുവരെ കാത്തിരിക്കാനുള്ള കഴിവ്, അതാണ് ഒന്നാമത്തെ ലക്ഷണം. 2. സാമ്പത്തിക അച്ചടക്കം. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പണം സമ്പാദിക്കുന്നതിനേക്കാൾ വലിയ കഴിവ് അത് ചിലവാക്കാതെ സൂക്ഷിക്കുന്നതാണ് എന്ന്. ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഒരിക്കലും വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കില്ല. ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഭർത്താവ് എത്ര സമ്പാദിച്ചാലും അല്ലെങ്കിൽ താൻ സ്വയം എത്ര സമ്പാദിച്ചാലും കൃത്യമായൊരു ആസൂത്രണമില്ലാത്ത സ്ത്രീ ആ വീടിന്റെ ഐശ്വര്യം കെടുത്തും എന്ന് ചാണക്യനീതി സൂചിപ്പിക്കുന്നു. ബുദ്ധിമതിയായ സ്ത്രീ എപ്പോഴും ഒരു കരുതൽ ധനം രഹസ്യമായി എങ്കിലും സൂക്ഷിക്കും. നാളെ ഒരു പ്രതിസന്ധി വന്നാൽ, ജോലി പോയാലോ അസുഖം വന്നാലോ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ ആ കുടുംബത്തെ രക്ഷിക്കുന്നത് ആ സ്ത്രീ കരുതിവെച്ച സമ്പാദ്യമായിരിക്കും. താൽക്കാലിക സന്തോഷങ്ങൾക്കുവേണ്ടി പണം ധൂർത്തടിക്കാതെ ഭാവിയുടെ സുരക്ഷിതത്വത്തിനുവേണ്ടി പണം മാറ്റിവെക്കുന്നവളാണ് യഥാർത്ഥ ബുദ്ധിമതി. അവൾക്ക് പണത്തിന്റെ മൂല്യം നന്നായി അറിയാം. ലക്ഷ്മീദേവി കുടികൊള്ളുന്നത് അച്ചടക്കമുള്ള വീടുകളിലാണെന്ന് ചാണക്യൻ പറയുന്നത് ഇതുകൊണ്ടാണ്. 3. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ തമാശയായി പറയാറുണ്ട്, സ്ത്രീകൾക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ ചാണക്യൻ പറയുന്നത് നേരെ തിരിച്ചാണ്. യഥാർത്ഥ ബുദ്ധിമതിയായ സ്ത്രീക്ക് അറിയാം എന്ത് പറയണം, എന്ത് പറയരുത് എന്ന്. കുടുംബത്തിലെ വഴക്കുകളോ ഭർത്താവിന്റെ കുറവുകളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പുറത്തുള്ള ഒരാളോട്, അത് സ്വന്തം മാതാപിതാക്കളോടാണെങ്കിൽ കൂടി പങ്കുവയ്ക്കാതിരിക്കാൻ അവൾ ശ്രദ്ധിക്കും. കാരണം തന്റെ കുടുംബത്തിന്റെ അന്തസ്സ് തകർക്കുന്ന വാക്കുകൾ തന്റെ നാവിൽ നിന്ന് വീഴരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ടാകും. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം പങ്കാളിയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാത്തവളാണ് ഉത്തമയായ സ്ത്രീ. വീടിനുള്ളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും വാതിൽ തുറന്ന് പുറത്തിറങ്ങിയാൽ അവൾ ആ വീടിന്റെ കാവൽക്കാരിയാണ്. ഈ മൗനം ഒരു വലിയ ആയുധമാണ്. അനാവശ്യമായ സംസാരം ഒഴിവാക്കുന്നതും ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുന്നതും ബുദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ആദ്യത്തെ ഇടപെടൽ ഇവിടെ വെച്ച് ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങളിൽ, അതായത് ക്ഷമ, സാമ്പത്തിക അച്ചടക്കം, രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്, ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത്? അല്ലെങ്കിൽ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതലായി ഉള്ളത്? അത് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അത് ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. 4. സമയത്തിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്. ചാണക്യൻ സ്ത്രീകളെ മന്ത്രിയോട് ഉപമിക്കാറുണ്ട്. ഒരു രാജാവിന് എങ്ങനെയാണോ മന്ത്രി ഉപദേശങ്ങൾ നൽകുന്നത്, അതുപോലെയാണ് കുടുംബത്തിൽ സ്ത്രീ. ഒരു ബുദ്ധിമതിയായ സ്ത്രീക്ക് സാഹചര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
ഭർത്താവ് ദേഷ്യത്തിലാണോ അതോ സങ്കടത്തിലാണോ എന്ന് മുഖത്തു നോക്കി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെരുമാറാനും അവൾക്ക് കഴിയും. എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോൾ അവൾ ആ സന്തോഷത്തിൽ പങ്കുചേരും. ആരെങ്കിലും തളർന്നിരിക്കുമ്പോൾ അവർക്ക് താങ്ങായി മാറും. വാശിക്കാരിയാകാതെ, അതായത് ഞാൻ ഇങ്ങനെയാണ് എന്ന് പിടിവാശി കാണിക്കാതെ, സാഹചര്യത്തിനനുസരിച്ച് വെള്ളം പോലെ ഒഴുകാൻ അവൾക്ക് സാധിക്കും. ഇതിനെയാണ് നമ്മൾ വൈകാരിക ബുദ്ധി എന്ന് വിളിക്കുന്നത്. എപ്പോൾ ഉപദേശിക്കണം, എപ്പോൾ സ്നേഹിക്കണം, എപ്പോൾ ശാസിക്കണമെന്ന് കൃത്യമായി അറിയാവുന്നവളാണവൾ. ഒരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഈ കഴിവാണ്. 5. ധൈര്യം. ചാണക്യനീതിയിലെ വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട്, സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 6 മടങ്ങ് ധൈര്യമുണ്ട് എന്ന്. ഇത് കേൾക്കുമ്പോൾ പലർക്കും അത്ഭുതം തോന്നാം. കാരണം ശാരീരികമായി പുരുഷനാണ് കൂടുതൽ ശക്തൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ ചാണക്യൻ ഉദ്ദേശിച്ചത് മാനസികമായ ധൈര്യമാണ്. ഒരു വലിയ ആപത്ത് വരുമ്പോൾ, രോഗം വരുമ്പോൾ, അല്ലെങ്കിൽ മരണം പോലുള്ള വലിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ ആ ആഘാതത്തിൽ നിന്നും പുറത്തുവരാനും ബാക്കിയുള്ളവരെ ആശ്വസിപ്പിക്കാനും സ്ത്രീകൾക്ക് കഴിയും. പ്രസവവേദന സഹിക്കുന്ന സ്ത്രീയുടെ ധൈര്യം പ്രകൃതിദത്തമാണ്. ബുദ്ധിമതിയായ സ്ത്രീ ഭീരുവല്ല. അവൾ അനാവശ്യമായി ഭയപ്പെടില്ല. തന്റെ കുടുംബത്തിനു നേരെ വരുന്ന ഏതൊരു ഭീഷണിയെയും അവൾ ധൈര്യപൂർവ്വം നേരിടും. മക്കൾക്കോ ഭർത്താവിനോ വേണ്ടി ലോകത്തോട് മുഴുവൻ ഒറ്റയ്ക്ക് പോരാടാൻ അവൾക്ക് മടിയുണ്ടാകില്ല. ഈ ധൈര്യമാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. 6. അറിവ് നേടാനുള്ള ആഗ്രഹം. പഴയകാലത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിലും ചാണക്യൻ അറിവുള്ള സ്ത്രീകളെ ആദരിച്ചിരുന്നു. ബുദ്ധിമതിയായ സ്ത്രീ എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് പുസ്തകങ്ങളിൽ നിന്നാകാം, അനുഭവങ്ങളിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നാകാം. അവൾ വെറുതെ സമയം കളയില്ല. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൾക്ക് ധാരണയുണ്ടാകും. മക്കളെ വളർത്തുന്നതിലും വീട് നോക്കുന്നതിലും മാത്രമല്ല, സാമൂഹികമായ കാര്യങ്ങളിലും അവൾക്ക് അറിവുണ്ടാകും. അറിവാണ് ശക്തി എന്ന് അവൾ വിശ്വസിക്കുന്നു. ഒരു പ്രശ്നം വന്നാൽ അതിന് പഴയ രീതിയിൽ പരിഹാരം കാണാതെ പുതിയ അറിവുകൾ ഉപയോഗിച്ച് സമർത്ഥമായി പരിഹാരം കാണാൻ അവൾക്ക് സാധിക്കും. അന്ധവിശ്വാസങ്ങളിൽ വീഴാതെ യുക്തിപൂർവ്വം ചിന്തിക്കുന്നവളാണ് ബുദ്ധിമതിയായ സ്ത്രീ. സ്വന്തം ആരോഗ്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, നിയമപരമായ കാര്യങ്ങൾ എന്നിവയിലൊക്കെ അവൾക്ക് സാമാന്യമായ അറിവുണ്ടായിരിക്കും. 7. ആത്മീയവും ധാർമ്മികവുമായ കരുത്ത്. ഏറ്റവും അവസാനത്തേതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ലക്ഷണം. ഒരു സ്ത്രീയാണ് ആ വീടിന്റെ വിളക്ക് എന്ന് പറയുന്നത് വെറുതെയല്ല. അവൾ ആ കുടുംബത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളുടെ കാവൽക്കാരിയാണ്. ശരിയും തെറ്റും മക്കൾക്ക് പറഞ്ഞുകൊടുക്കുന്നത് അമ്മയാണ്. ഭർത്താവ് തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് തടയാനും നേർവഴിക്ക് നയിക്കാനും ബുദ്ധിമതിയായ സ്ത്രീക്ക് കഴിയും. അവൾക്ക് ശക്തമായ ഒരു നിലപാടുണ്ടാകും. ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അവൾ ആഗ്രഹിക്കും. ഇത് പൂജ ചെയ്യുന്നതോ അമ്പലത്തിൽ പോകുന്നതോ മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുക, സത്യസന്ധമായി ജീവിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക തുടങ്ങിയ ഗുണങ്ങൾ അവളിൽ സ്വാഭാവികമായി ഉണ്ടാകും. അവളുടെ സാന്നിധ്യം തന്നെ ആ വീടിനൊരു ചൈതന്യം നൽകും. ചാണക്യൻ പറയുന്നത് ഗുണവതിയായ ഒരു സ്ത്രീയുള്ള വീട് സ്വർഗത്തിന് തുല്യമാണ് എന്നാണ്. ഉപസംഹാരം. ചുരുക്കത്തിൽ ചാണക്യൻ വിഭാവനം ചെയ്ത ബുദ്ധിമതിയായ സ്ത്രീ എന്നത് വെറുമൊരു സങ്കല്പമല്ല. അത് പ്രായോഗികമായ ജീവിത വിജയത്തിന്റെ വഴിയാണ്. 1. ഭൂമിയോളം ക്ഷമ. 2. സാമ്പത്തികമായ ദീർഘവീക്ഷണം. 3. രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള പക്വത. 4. സാഹചര്യത്തിനനുസരിച്ചുള്ള പെരുമാറ്റം. 5. അസാമാന്യമായ ധൈര്യം. 6. അറിവിനോടുള്ള ദാഹം. 7. ധാർമ്മികമായ കരുത്ത്. ഈ 7 ഗുണങ്ങളും തികഞ്ഞവരാണോ നിങ്ങൾ?